സാധാരണ ഇറങ്ങുന്ന ദിവസം തന്നെ ഒരു സിനിമ കാണുന്ന പതിവൊന്നും എനിക്കില്ല. പക്ഷേ ഇന്നലെ യാദൃശ്ചികമായിട്ട് 23-ാം തീയതി ഇറങ്ങിയിട്ടുള്ള ഒരു പുതിയ സിനിമ ഞാൻ കണ്ടു. ആ സിനിമയുടെ പേര് നരിവേട്ട എന്നാണ്. ടൊവിനോ തോമസ് അഭിനയിച്ചിട്ടുള്ള, സുരാജ് വെഞ്ഞാറമൂടൊക്കെ അഭിനയിച്ചിട്ടുള്ള നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് ചില വാക്കുകൾ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിനു മുൻപ് നമുക്കറിയാമല്ലോ, നമ്മൾ ചില സിനിമകൾക്ക് പോവുകയും രാത്രി നമ്മൾ വളരെ വൈകിയാണ് സിനിമകൾക്ക് പോകുന്നത്. അങ്ങനെ അത് തീരുമ്പോൾ ഏതാണ്ട് ഒരു രാത്രി ചിലപ്പോൾ 1 മണിയോ 2 മണിയൊക്കെ ആവും. അപ്പോൾ ആ 2 മണിയൊക്കെ ആകുമ്പോൾ നമുക്കിത് വേണ്ടായിരുന്നു, എന്തൊരു വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അത്തരത്തിൽ തോന്നിയിട്ടുള്ള ചില സിനിമകളാണ്. ഇപ്പോൾ റൊമാൻസ് ആണെങ്കിലും അതിനുശേഷം ഇത് വല്ലാതെ എന്നെ ബാധിച്ചൊരു സിനിമയാണ് അതിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് കൂടി ജനങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു ബാധ്യത ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ കണ്ട ഇന്നലെ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ് നരിവേട്ട എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് അനുരാഗ് മനോഹറാണ്. ഈ അനുരാഗ് മനോഹർ ഇതിനു മുമ്പ് ഏതാണ്ട് ഒരു 2 സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങിയിരുന്നു. പിന്നെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് എന്തോ ശേഖരവർമ്മ രാജാവോ എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. ആ സിനിമ അദ്ദേഹം നിവിൻ പോളി വെച്ച് ചെയ്താണെന്ന് കേൾക്കുന്നു, പക്ഷെ അത് പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് റിട്ടൺ ബൈ എബിൻ ജോസഫാണ്. എബിൻ ജോസഫ് എന്ന് പറയുന്നത് അദ്ദേഹം ജേർണലിസ്റ്റ് ആയിരുന്നു. മാതൃഭൂമിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് നിരവധി വർഷങ്ങൾ. കൂടാതെ സാഹിത്യ അക്കാദമിയുടെയൊക്കെ യുവ സാഹിത്യകാരനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് കല്യാശ്ശേരി തീസിസ് എന്ന് പറയുന്ന ഒരു ബുക്കിനാണ്. അപ്പോൾ പിന്നെ അതുകൂടാതെയും അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് തന്നെ നമ്മളൊക്കെ ജനങ്ങളൊക്കെ തന്നെ മറന്നു തുടങ്ങിയ ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സിനിമയുടെ ഏറ്റവും തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്ന ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് മിലൻ കുന്ദേരയുടെ വാചകങ്ങളാണ്. ആ വാചകങ്ങൾ എഴുതി കാണിക്കുന്നത് അധികാരത്തിനെതിരായ മനുഷ്യൻ്റെ പോരാട്ടം, മറവിക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമാണ് എന്ന് പറയുന്ന വളരെ ആപ്റ്റായി ഈ സിനിമയ്ക്ക് യോജിക്കുന്ന ഒരു വാചകമാണ് ഏറ്റവും ആദ്യമേ തന്നെ എഴുതി കാണിക്കുന്നത്. ഈ സംഭവം 2003 കേരളത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ള സംഭവമാണ്. അത് മുത്തങ്ങയിൽ ആദിവാസികൾ നടത്തിയിട്ടുള്ള സമരമാണ്. പഴയ ആളുകൾക്കൊക്കെ തന്നെ അത് ഓർമ്മയുണ്ടാകും. ആദ്യം AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അവർക്ക് ഓരോ ആദിവാസികൾക്കും 4 ഏക്കർ ഭൂമി വീതം നൽകാമെന്ന് പറയുകയും പിന്നീട് അത് നിരസിക്കപ്പെട്ടപ്പോൾ 2003 മുത്തങ്ങയിലെ നിരവധി ആദിവാസികൾ കൂടി അവിടെ ഒരു കുടിൽ കെട്ടി സമരം ആരംഭിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ സമരം ആരംഭിക്കുകയും പിന്നെ ഗവൺമെൻറ് അതിനെ നേരിടുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെ ജോഗി എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. പിന്നെ പോലീസുകാർ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. പിന്നെ അത് വലിയ തോതിൽ ഒരു നരനായാട്ടിൻ്റെ ലെവലിലേക്ക് അത് നീങ്ങി. കൈരളി TV-യുടെ ഒരു ക്യാമറാമാൻ അദ്ദേഹം വളരെ അതിസാഹസികമായി ഒരു മരത്തിൻ്റെ മുകളിലിരുന്ന് ചില ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തപ്പോഴാണ്, വീഡിയോകൾ ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വിട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ പോലീസുകാർ നടത്തിയിട്ടുള്ള ഒരു നരനായാട്ടിൻ്റെ ഏതാനും ചില അംശങ്ങളെങ്കിലും പുറത്തേക്ക് വന്നത്. കാരണം അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിൽ ഗവൺമെൻറ്റും അതുപോലെ പോലീസും ഒക്കെ വലിയ തോതിലുള്ള ശ്രദ്ധ കാണിച്ചിരുന്നു. അപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് പറയാത്ത അല്ലെങ്കിൽ അൺടോൾഡ് ആയിട്ടുള്ള ഇതേവരെ പുറത്തേക്ക് വരാത്ത ചില സംഭവങ്ങൾ ആണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്തേക്ക് പുറത്തേക്ക് വന്നിട്ടുള്ളത്. കാരണം ഇതിൽ സിനിമയുടെ തിരക്കഥാകൃത്തുക്കളൊക്കെ തന്നെ സാധാരണ പറയാറുള്ളത് പോലെ ഇതിൽ കാണുന്നതെല്ലാം ഫിക്ഷനാണെന്നും ഇനി ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നിയാൽ യാദൃശ്ചികമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ സിനിമ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് ആണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ നാട്ടിലെ വലിയൊരു അനീതിക്കെതിരെയുള്ള ഒരു ശബ്ദം കൂടിയായി ഈ സിനിമ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അഭിനയിച്ചിട്ടുള്ള സുരാജ് വെഞ്ഞാറമൂടും അതുപോലെ തന്നെ ടൊവിനോയും ഒക്കെ തന്നെ അതിഗംഭീരമായിട്ടുള്ള അഭിനയം പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളത് മറന്നുകൂടാ. പിന്നെ അതിലെ സ്ത്രീ കഥാപാത്രങ്ങളായി അഭിനയിച്ച ചില ആളുകളൊക്കെ തന്നെ അതീവ മിടുക്കോടുകൂടി അവരുടെ ഈ പറയുന്ന അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് നമുക്കൊക്കെ അറിയാമല്ലോ, CK ജാനുവും അതുപോലെ തന്നെ ഗീതാനന്ദനുമൊക്കെയാണ്. അവരെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ചില കഥാപാത്രങ്ങളുമൊക്കെ അതിനകത്തുണ്ട്. ഈ സിനിമ യഥാർത്ഥത്തിൽ നമ്മുടെ 2003 ശേഷം നമ്മൾ മറന്നുപോയിട്ടുള്ള ഒരു മറവിയെ ഓർമ്മപ്പെടുത്തലാണ് എന്നുള്ളത് മാത്രമല്ല, എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ സിനിമക്ക് അപ്പുറത്തേക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ വളരെ ഉയർന്ന പ്രബുദ്ധരായ ഒരു ജനതയാണ്, നമ്മളെല്ലാവരെയും തുല്യരായി കാണുന്ന ആളുകളാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ കേരളത്തിലെ 4 ലക്ഷത്തിൽ താഴെ മാത്രം വരുന്ന ആദിവാസി ഗോത്രവർഗ ഷെഡ്യൂൾഡ് ട്രൈബായിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണെന്നും ഭൂമിയില്ലാത്തത് എന്ന് നമ്മളെല്ലാവരും ആലോചിക്കണ്ടേ. കേരളത്തിൽ ഭൂപരിഷ്കരണം നടത്തി
ഈഴവ, പിന്നോക്ക, മറ്റ് ജാതി വിഭാഗങ്ങൾക്കൊക്കെ തന്നെ വലിയ തോതിൽ ഭൂമി കിട്ടുന്നതിനും അവർക്ക് മനുഷ്യരെ പോലെ ജീവിക്കുന്നതിനുമൊക്കെ CPM-ഉം അവരുടെ ഇടതുപക്ഷവും ഒക്കെ തന്നെ ഒരു സാഹചര്യം ഒരുക്കി എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ ആ സമയത്ത് പോലും എന്തുകൊണ്ടാണ് നമ്മുടെ കാടുകളിൽ അധിവസിക്കുന്ന ആ ഗോത്രവർഗ ആദിവാസി സമൂഹങ്ങൾക്ക് ഭൂമി കിട്ടാതെ പോയത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സൂര്യയും മലയാളിയായിട്ടുള്ള ജിജോമോൾ ജോസും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ ജയ് ഭീം എന്ന് പറയുന്ന സിനിമ ഇത്തരത്തിലുള്ള ഗോത്രവർഗ ആദിവാസി സമൂഹങ്ങളൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന വലിയ ദുരിതങ്ങൾ നമുക്ക് കാണിച്ചു തന്നുവെങ്കിൽ അത്രയൊന്നും മനോഹരമായ എന്ന് ഞാൻ പറയുന്നില്ല ഈ കഥയും അല്ലെങ്കിൽ തിരക്കഥയും ഒക്കെ തന്നെ ജയ് ഭീമിൻ്റെ അത്രയും. പക്ഷേ ഈ സിനിമയും നമ്മളോട് പറയുന്നത്, മനോഹരമായ ഈ സിനിമയും നമ്മളോട് പറയുന്നത് അത്തരത്തിലുള്ളൊരു കഥയാണ്. അവർ എങ്ങനെയാണ് അവഗണിക്കപ്പെടുന്നത്, അവരോട് എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ മേലധികാരികളും അവർക്ക് ചൂട്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ഇനി ഇതൊക്കെ ശരിയല്ല, ഇതൊരു ഫിക്ഷനാണ്, തെറ്റാണ് എന്നൊക്കെ പറയുന്ന ആളുകളോട് പോലും എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒറീസയിൽ നവീൻ പട്നായിക്കൊക്കെ അവിടെയുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബായിട്ടുള്ള ആദിവാസി ഗോത്രവർഗ വിഭാഗത്തെയൊക്കെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവരെ ഹോക്കി ടീമിലേക്ക് ഉൾപ്പെടുത്താനും അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും ഒക്കെ കഴിഞ്ഞെങ്കിൽ മീണ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് രാജസ്ഥാനിൽ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അധികാരങ്ങളിലേക്ക്, അതായത് സിവിൽ സർവീസുകളിലേക്കും IPS-ഉം IAS-ലേക്കും അതുപോലെ ഗവൺമെൻറ് സർവീസുകളിലേക്കുമുള്ള നിരവധി അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ അവിടെ നിന്നുള്ള ആളുകൾക്ക് കഴിഞ്ഞുവെങ്കിൽ കേരളം പോലെ 3.5 കോടിയോളം ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് കേവലം 4 ലക്ഷത്തോളം വരുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ഉയർച്ചകളിലേക്ക്, മുഖ്യധാരകളിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ പോയത് എന്നുള്ള ചോദ്യം കൂടി ഈ സിനിമയുടെ ഭാഗമായി നമ്മുടെ രാഷ്ട്രീയത്തിൽ ചർച്ചയാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ കേരള സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 1947 അധികാരത്തിൽ വന്ന ഇന്ത്യയിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകളും നെഹ്റുവും ഒക്കെ അവരൊക്കെ കാട്ടിൽ തന്നെ ജീവിച്ചോട്ടെ, അങ്ങനെ തന്നെ വളർന്നു പോയിക്കോട്ടെ എന്നാണ് വിചാരിച്ചിരുന്നതെങ്കിൽ പിന്നീട് നമുക്കറിയാം, പിന്നീട് വന്ന പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമൊക്കെ തന്നെ തീർച്ചയായും ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയ ഉദാഹരണങ്ങളാണ് രാജസ്ഥാനിലെ മീണ കമ്മ്യൂണിറ്റിയും പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഒറീസയിലെ നവീൻ പട്നായിക്കിൻ്റെ ഭരണവുമൊക്കെ ചെയ്തത്. രാജസ്ഥാനിലെ മീണ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വന്നത് അവർ കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങൾ അവർക്ക് സ്വന്തമായതുകൊണ്ടാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഗോത്രവർഗ ആദിവാസി സമൂഹങ്ങൾക്കെല്ലാം തന്നെ കേവലം 4 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഒരു കൂടി വന്നാൽ ഒരു 40,000 അല്ലെങ്കിൽ 50,000 വീടുകൾ കൊടുക്കേണ്ടവർക്ക് വീടുകൾ കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇത്രമാത്രം പുരോഗമനം അവകാശപ്പെടുന്ന കേരളത്തിന്, നമ്പർ 1 കേരളത്തിന് സാധിക്കാതെ പോയത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് അവരിൽപ്പെട്ട ചില ആളുകൾ ഒരു ബ്രെഡ് മോഷ്ടിക്കുന്നതിന് നമ്മളിപ്പോഴും തല്ലിക്കൊള്ളുന്നതെന്നും എന്തുകൊണ്ടാണ് അവരിൽ നിന്നൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയുണ്ടാകാൻ നമ്മൾ ഈ അടുത്ത കാലം വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്നുമൊക്കെ ആലോചിക്കുമ്പോൾ ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പാർശ്വവൽക്കരിക്കപ്പെട്ട, സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട നിരവധി ആളുകളുടെ ഒരു പ്രതീക്ഷയും അവരെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമാണ് എന്നുള്ളത് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ ഈ സിനിമ അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കേരളീയത്തിൻ്റെ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ.